السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു പുതിയ റമദാൻ കൂടി നമ്മിലേക്ക് സമാഗതമാകുകയാണ്. ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാൻ അള്ളാഹു താല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആയുഷ്കാലം മുഴുവനും അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, റമദാനിന്റെ ആദ്യ രാത്രിയാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഈ ആദ്യ രാത്രി തന്നെ വളരെ സന്തോഷത്തോടുകൂടി ഇബാദത്ത് കൊണ്ട് സ്വീകരിക്കൽ അനിവാര്യമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ ഓർമ്മപ്പെടുത്തി, ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വിശുദ്ധമായ രാവിൽ ഇറങ്ങി വരികയും എന്നിട്ട് പൊറുക്കലിനെ തേടുന്നവർക്ക് മുഴുവനും ഞാൻ പുറത്തു കൊടുക്കുന്നതാണ്, എന്താവശ്യം ചോദിക്കുന്ന ആവശ്യം മുഴുവനും ഞാൻ നിറവേറ്റി കൊടുക്കുന്നതാണെന്ന് അള്ളാഹു പറയുന്ന ഈ രാത്രിയിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ആ വിളിക്ക്, ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ അവസാന രാത്രിയും നാം ഇബാദത്ത് കൊണ്ട് ധന്യമാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, യുഗ്ഫറു ലിൽ ഉമ്മത്തിഹി ഫി ആഖിരി ലൈലത്തി മിർ റമളാൻ. റമളാന്റെ അവസാനത്തിൽ രാത്രിയിൽ എൻ്റെ ഉമ്മത്തിന് അല്ലാഹു തആല പുറത്തു കൊടുക്കും. യാ റസൂലല്ലാഹ് അഹിയ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറാണോ നബിയെ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ലാ വലാകിന്നൽ ആമില ഇന്നമാ യുവഫ്ഫാ അജ്റുഹു ഇദാ ഖളാ അമലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ജോലിക്കാരന് അവന്റെ ജോലി തീരുമ്പോഴല്ലേ അവന് കൂലി കൊടുക്കുക എന്ന പോലെ ആദ്യവും അവസാനം, ആദ്യാന്ത്യം ഒരാൾ ഇബാദത്ത് കൊണ്ട് റമദാന്റെ തുടക്കം മുതൽ അവസാനം വരെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുമ്പോൾ മാത്രമാണ് അവൻ പരിപൂർണമായും റമദാനിനെ സ്വീകരിച്ചനാവുക. ആ റമദാനിനെ പരിപൂർണമായും സ്വീകരിക്കുമ്പോൾ മാത്രമേ റമദാനിന്റെ മഹത്വവും പവിത്രതയുമെല്ലാം നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ റമദാനിനെ ബഹുമാനിച്ച, ആദരിച്ച അതിൻ്റെ മഹത്വം നമുക്ക് ലഭിച്ചാൽ തന്നെ വലിയ ഗുണമാണ് നമുക്കുള്ളത്. പൂർവികരിൽ എത്രയോ ആളുകളെ നമുക്ക് കാണാം, അതിനു മുമ്പ് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാതെ അവർ താന്തോന്നികളായി ജീവിച്ചിട്ടും റമദാനിനെ വല്ലാതെ ബഹുമാനിച്ച ഒരൊറ്റ കാരണം കൊണ്ട് പുറത്തു കൊടുത്ത സംഭവങ്ങൾ ചരിത്രത്തിൽ എമ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റമദാനിന്റെ ആദ്യവും അവസാനവും പൂർണ്ണമായി നാം റമദാനിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇബാദത്തിൽ ധന്യമാക്കുക. മറിച്ച് മറ്റു പല സ്ഥലത്തുമായിക്കൊണ്ട് അന്ന് തറാവി പോലും നഷ്ടപ്പെടുത്തി, അതുപോലെ തന്നെ അന്ന് കൂടുതൽ നിസ്കാരം ശ്രദ്ധിക്കാതെ നോമ്പായിട്ടില്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നാം അത് ചെയ്യരുത്. അതേസമയത്ത് പെരുന്നാളിന് ശ്രദ്ധിക്കാൻ വേണ്ടി അതിന്റെ അവസാനം നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മത്തിക്ക് യാ റഹ്മർ